നമസ്കാരം, ന്യൂസ് സ്റ്റാർ ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ ഫിറോസ്. പ്രധാന വാർത്തകൾ. പ്രമേഹ ചികിത്സയിലെ വ്യാജന്മാരെ തിരിച്ചറിയണമെന്ന് ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് ഡോക്ടർ ശ്രീവിലാസൻ. ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ, ലയൺസ് ക്ലബ് ഓഫ് ആലപ്പുഴ, ഹെൽത്ത് ഫോർ ഓൾ ഫൗണ്ടേഷൻ എന്നിവയുടെ സംയുക്താഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച ലോക പ്രമേഹ ദിനാചരണ പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. തടസ്സങ്ങൾ നീക്കാം, വിടവുകൾ നികത്താം, പ്രമേഹ രോഗ നിയന്ത്രണത്തിനും രോഗികളുടെ ക്ഷേമത്തിനുമായി ഒരുമിക്കാം എന്ന സന്ദേശമുയർത്തി നവംബർ 14 ലോക പ്രമേഹ ദിനാചരണ പരിപാടി സംഘടിപ്പിച്ചു. ആലപ്പുഴ വനിതാ ശിശു ആശുപത്രിയുടെ ആഭിമുഖ്യത്തിലാണ് പരിപാടി സംഘടിപ്പിച്ചത്. ആലപ്പുഴ ഗവൺമെന്റ് സർവന്റ് സഹകരണ ബാങ്കിന്റെ വജ്ര ജൂബിലി ആഘോഷം ഫിഷറീസ് സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാൻ ഉദ്ഘാടനം ചെയ്യും. ആലപ്പുഴയിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് ഭാരവാഹികൾ ഇക്കാര്യം അറിയിച്ചത്. ജില്ലാ ലൈബ്രറി വികസന സമിതിയുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിക്കുന്ന ഈ വർഷത്തെ പുസ്തകോത്സവത്തിന് തുടക്കമായി. ആലപ്പുഴ തുമ്പോളി ശ്രീനാരായണ ഗുരുസ്മാരക സമിതി ഹാളിൽ സംഘടിപ്പിക്കുന്ന പുസ്തകമേള ഈ മാസം 16-നാണ് അവസാനിക്കുന്നത്. അമ്പലപ്പുഴ ബ്ലോക്ക് പഞ്ചായത്തിന്റെ ആഭിമുഖ്യത്തിൽ ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് മൊബൈൽ ഫോൺ സർവീസ് പരിശീലന പരിപാടി ആരംഭിച്ചു. അമ്പലപ്പുഴ MLA H. സലാം പരിശീലന പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. വാർത്തകൾ വിശദമായി. പ്രമേഹ ചികിത്സയിലെ വ്യാജന്മാരെ തിരിച്ചറിയണമെന്ന് ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് ഡോക്ടർ ശ്രീവിലാസൻ അഭിപ്രായപ്പെട്ടു. ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ, ലയൺസ് ക്ലബ്, ഹെൽത്ത് ഫോർ ഓൾ ഫൗണ്ടേഷൻ എന്നിവയുടെ സംയുക്താഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച ലോക പ്രമേഹ ദിനാചരണ പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പ്രമേഹ ചികിത്സയിലെ വ്യാജന്മാരെ തിരിച്ചറിയണമെന്ന് ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് ഡോക്ടർ ശ്രീവിലാസൻ പറഞ്ഞു. ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ, ലയൺസ് ക്ലബ്, ഹെൽത്ത് ഫോർ ഓൾ ഫൗണ്ടേഷൻ എന്നിവയുടെ സംയുക്താഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച ലോക പ്രമേഹ ദിനാചരണ പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ 115ഓളം ബ്രാഞ്ചുകൾ കേരളത്തിലും പുറത്തേക്കായിട്ടുണ്ട്. അത് കേരളത്തിലെ ആരോഗ്യകാര്യങ്ങളിൽ ഏറ്റവും സജീവമായി നിലനിൽക്കുന്ന സംഘടനയാണ്. ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ ഡോക്ടർമാർക്ക് മാത്രമല്ല, അവരുടെ കാര്യങ്ങൾ മാത്രമല്ല നോക്കുന്നത്, പൊതുജന സേവനത്തിലും വളരെ വ്യാപൃതമാണ്. ഞങ്ങളുടെ ഏതു വർഷത്തെ പ്രകടന പത്രിക എടുത്താലും അല്ലെ പ്രകടന രീതി നോക്കിയാലും കാര്യപരിധി നോക്കിയാലും 35-ൽ പരം സാമൂഹ്യ സുരക്ഷ, സാമൂഹ്യ ആരോഗ്യ കേന്ദ്രങ്ങളിൽ കാര്യങ്ങളിൽ ശ്രദ്ധിക്കുന്നുണ്ട്. ഉദാഹരണമായിട്ട് ഇമേജ്. പ്രമേഹ ചികിത്സാ രംഗത്ത് ആധുനിക വൈദ്യശാസ്ത്രത്തിൽ മികച്ച ചികിത്സാ രീതികൾ ഉള്ളപ്പോൾ ആധുനിക വൈദ്യശാസ്ത്രത്തിന്റെ മറവിൽ വ്യാജ ചികിത്സകൾ വ്യാപകമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ആലപ്പുഴ IMA ഹാളിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ IMA ആലപ്പുഴ പ്രസിഡന്റ് ഡോക്ടർ N. അരുൺ അധ്യക്ഷത വഹിച്ചു. ഡോക്ടർ ഷാജി, ഡോക്ടർ തോമസ് മാത്യു, ഡോക്ടർ ഷാജഹാൻ, ഡോക്ടർ സ്റ്റെഫിനി, ഡോക്ടർ ഷാലിമ, ഡോക്ടർ അരുന്ധതി, ഡോക്ടർ ഗോപു, ലക്ഷ്മി എന്നിവർ വിവിധ വിഷയങ്ങളെ അധികരിച്ച് ക്ലാസ് നയിച്ചു. ഡോക്ടർ മദന മോഹനൻ നായർ, ഡോക്ടർ മുഹമ്മദ്, ഡോക്ടർ മനീഷ് നായർ, ഡോക്ടർ ഉമ്മൻ വർഗീസ്, ഡോക്ടർ KS മനോജ്, PJ എബ്രഹാം, ചന്ദ്രദാസ്, കേശവ് പിള്ള, K. നാസർ എന്നിവർ സംസാരിച്ചു. ഡോക്ടർ K. കൃഷ്ണകുമാർ ചടങ്ങിന് സ്വാഗതം പറഞ്ഞു. ഉദ്ഘാടന യോഗത്തെ തുടർന്ന് വിപുലമായ മെഡിക്കൽ ക്യാമ്പും സംഘടിപ്പിച്ചു. തടസ്സങ്ങൾ നീക്കാം, വിടവുകൾ നികത്താം, പ്രമേഹ രോഗ നിയന്ത്രണത്തിനും രോഗികളുടെ ക്ഷേമത്തിനുമായി ഒരുമിക്കാം എന്ന സന്ദേശമുയർത്തി നവംബർ 14 ലോക പ്രമേഹ ദിനാചരണ പരിപാടി സംഘടിപ്പിച്ചു. ആലപ്പുഴ വനിതാ ശിശു ആശുപത്രി അങ്കണത്തിൽ സംഘടിപ്പിച്ച ബോധവൽക്കരണ പരിപാടി വാർഡ് കൗൺസിലർ പ്രഭാ ശശികുമാർ ഉദ്ഘാടനം ചെയ്തു. തടസ്സങ്ങൾ നീക്കാം, വിടവുകൾ നികത്താം, പ്രമേഹ രോഗ നിയന്ത്രണത്തിനും രോഗികളുടെ ക്ഷേമത്തിനുമായി ഒരുമിക്കാം എന്ന സന്ദേശമുയർത്തി നവംബർ 14 ലോക പ്രമേഹ ദിനാചരണ പരിപാടി സംഘടിപ്പിച്ചു. ആലപ്പുഴ വനിതാ ശിശു ആശുപത്രി അങ്കണത്തിൽ സംഘടിപ്പിച്ച ബോധവൽക്കരണ പരിപാടി വാർഡ് കൗൺസിലർ പ്രഭാ ശശികുമാർ ഉദ്ഘാടനം ചെയ്തു. പ്രമേഹത്തെ കുറിച്ച് പറഞ്ഞാൽ നിങ്ങൾക്കെല്ലാം പറയണ്ടല്ലോ, ഇന്ന് കുഞ്ഞു തൊട്ട് വലുതിന് വരെയും വന്നുകൊണ്ടിരിക്കുന്ന ഒരു സംഭവം തന്നെയാണ്. കൂടുതലും നമ്മുടെ ആഹാര ക്രമീകരണമാണ്. ആരും അതത്ര കാര്യമായിട്ട് എടുക്കുന്നില്ല. പിന്നെ നമുക്ക് പാരമ്പര്യ രോഗമെന്നുകൂടെ പറയാം ഇതിന്. നമ്മുടെ ഇപ്പൊ മാതാപിതാക്കൾക്കുണ്ടെങ്കിൽ നമുക്കും അത് സംഭവിക്കാം. കാരണം എനിക്ക് എന്റെ അമ്മയ്ക്കുള്ളൊരു രോഗം തന്നെയായിരുന്നു. എനിക്കും വന്നിട്ട് ഇപ്പൊ 3 വർഷം കഴിഞ്ഞു. ഞാൻ അതിനടിമപ്പെട്ടിരിക്കുകയാണ്. അപ്പൊ അത് വളരെ ബുദ്ധിമുട്ടാണ്. ഞാൻ ആഹാരം ക്രമീകരിക്കുന്നെങ്കിലും നിങ്ങളൊക്കെ എന്ത് പറഞ്ഞാലും ഒരു കാര്യമുണ്ട്, മധുരം കണ്ടാൽ ഞാൻ മാറത്തില്ല. അതാണ് എന്റെ മുഖ്യ പ്രശ്നം. അങ്ങനെ ഒരു അസുഖമുണ്ട്. ഞാൻ അതിന്റെ മെഡിസിൻ കഴിക്കുന്നെങ്കിലും പായസമൊക്കെ കണ്ടാൽ മാറത്തില്ല. സാറിന്റെ പായസം വെച്ച്. വനിതാ ശിശു ആശുപത്രി ഡെപ്യൂട്ടി സൂപ്രണ്ട് ഡോക്ടർ PS ശ്യാമമോൾ ചടങ്ങിൽ അധ്യക്ഷയായി. ഡോക്ടർ S. ഉണ്ണികൃഷ്ണൻ വിഷയാവതരണം നടത്തി. നഴ്സിംഗ് സൂപ്രണ്ടുമാരായ നിർമ്മല അഗസ്റ്റിൻ, K. സുധ എന്നിവർ സംസാരിച്ചു. ആശുപത്രി ഹെൽത്ത് ഇൻസ്പെക്ടർ S. ജയകൃഷ്ണൻ ചടങ്ങിന് സ്വാഗതവും നഴ്സിംഗ് ഓഫീസർ സിനി ജോസഫ് നന്ദിയും പറഞ്ഞു.
ഉദ്ഘാടന യോഗത്തെ തുടർന്ന് പ്രമേഹവും ഭക്ഷണക്രമവും വിഷയത്തിൽ ഡയറ്റീഷ്യൻ ജെസ്സി ജിജോയും യോഗയും പ്രമേഹവും എന്ന വിഷയത്തെ അധികരിച്ച് വി ജയറാമും ക്ലാസ് നയിച്ചു. തുടർന്ന് SH കോളേജ് ഓഫ് നഴ്സിംഗ് വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിൽ പ്രമേഹ ബോധവൽക്കരണ സ്കിറ്റും ഫ്ലാഷ് മോബും നടത്തി. ന്യൂസ് സ്റ്റാർ ന്യൂസ്, ആലപ്പുഴ. ആലപ്പുഴ ഗവൺമെന്റ് സർവന്റ് സഹകരണ ബാങ്കിന്റെ വജ്രജൂബിലി ആഘോഷം സംസ്ഥാന ഫിഷറീസ് സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാൻ ഉദ്ഘാടനം ചെയ്യുമെന്ന് ഭാരവാഹികൾ പറഞ്ഞു. ആലപ്പുഴയിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് ഭാരവാഹികൾ ഇക്കാര്യം പറഞ്ഞത്. ആലപ്പുഴ ഗവൺമെന്റ് സർവന്റ് സഹകരണ ബാങ്കിന്റെ വജ്രജൂബിലി ആഘോഷം സംസ്ഥാന ഫിഷറീസ് സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാൻ ഉദ്ഘാടനം ചെയ്യുമെന്ന് ഭാരവാഹികൾ പറഞ്ഞു. ആലപ്പുഴ പ്രസ് ക്ലബ് ഹാളിൽ സംഘടിപ്പിച്ച വാർത്താ സമ്മേളനത്തിലാണ് ഭാരവാഹികൾ ഇക്കാര്യം പറഞ്ഞത്. ഗവൺമെന്റ് ജീവനക്കാർക്കും അധ്യാപകർക്കും വേണ്ടി ആലപ്പുഴയിൽ സ്ഥാപിതമായ ആലപ്പുഴ ഗവൺമെന്റ് സർവൻസ് സഹകരണ ബാങ്കിൻ്റെ 60 വർഷങ്ങൾ തികയുന്ന വജ്രജൂബിലി സമ്മേളനം നവംബർ 16-ാം തീയതി ആലപ്പുഴ ജെൻഡർ പാർക്കിൽ വെച്ച് കേരളത്തിൻ്റെ പ്രിയങ്കരനായ ഫിഷറീസ് സാംസ്കാരിക വകുപ്പ് മന്ത്രി ശ്രീ സജി ചെറിയാൻ അവർകൾ നിർവഹിക്കും. ഈ മാസം 16 ഉച്ചയ്ക്ക് 3 മണിക്ക് ആലപ്പുഴ ജനറൽ ആശുപത്രിക്ക് സമീപം ജെൻഡർ പാർക്ക് ഹാളിലാണ് പരിപാടി സംഘടിപ്പിക്കുന്നത്. ലോഗോ പ്രകാശനം, സ്കോളർഷിപ്പ് വിതരണം, വജ്രജൂബിലി സ്പെഷ്യൽ പാക്കേജ് പ്രഖ്യാപനം, ഇന്റർനെറ്റ് ബാങ്കിംഗ്, മൊബൈൽ ആപ്പ് എന്നിവയുടെ ഉദ്ഘാടനം, ആദരിക്കൽ ചടങ്ങ് എന്നിവയും വജ്രജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായി സംഘടിപ്പിക്കും. MLA-മാരായ PP ചിത്തരഞ്ജൻ, H സലാം, CPIM ആലപ്പുഴ ജില്ലാ സെക്രട്ടറി R നാസർ, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് KG രാജേശ്വരി, നഗരസഭാ അധ്യക്ഷ KK ജയമ്മ, ജില്ലാ സഹകരണ സംഘം ജോയിന്റ് രജിസ്ട്രാർ VK സുബിന, ജോയിന്റ് ഡയറക്ടർ ഓഡിറ്റ് P സുനിൽകുമാർ എന്നിവർ ചടങ്ങിൽ സംബന്ധിക്കും. ബാങ്ക് പ്രസിഡന്റ് ജിജോ ജോസഫ്, സെക്രട്ടറി R ശ്രീകുമാർ, J ജോളിക്കുട്ടൻ, MP ഗിരിപ്രസാദ്, M അനീഷ്, O രാഹുൽ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ സംബന്ധിച്ചു. ജില്ലാ ലൈബ്രറി വികസന സമിതിയുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിക്കുന്ന ഈ വർഷത്തെ പുസ്തകോത്സവത്തിന് തുടക്കമായി. ആലപ്പുഴ തുമ്പോളി ശ്രീനാരായണ ഗുരു സ്മാരക സമിതി ഹാളിൽ സംഘടിപ്പിക്കുന്ന പുസ്തകമേള ഈ മാസം 16-നാണ് അവസാനിക്കുന്നത്. ജില്ലാ ലൈബ്രറി വികസന സമിതിയുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിക്കുന്ന ഈ വർഷത്തെ പുസ്തകോത്സവത്തിന് തുടക്കമായി. ആലപ്പുഴ തുമ്പോളി ശ്രീനാരായണ ഗുരു സ്മാരക സമിതി ഹാളിൽ സംഘടിപ്പിക്കുന്ന പുസ്തകമേള 16-നാണ് അവസാനിക്കുന്നത്. 100-ലധികം പ്രസാധകരുടെ പുസ്തകങ്ങളുടെ പ്രദർശനവും വിൽപ്പനമേളയുമാണ് പുസ്തകോത്സവത്തിന്റെ ഭാഗമായി 3 ദിവസക്കാലം സംഘടിപ്പിക്കുന്നത്. പുസ്തകമേളയിൽ നിന്നും വാങ്ങുന്ന പുസ്തകങ്ങൾക്ക് വലിയ ഡിസ്കൗണ്ടുകളും ലഭ്യമാക്കിയിരുന്നു. വിവിധ പ്രസാധകരുടെ പ്രസിദ്ധീകരണങ്ങൾ ഒരു കുടക്കീഴിൽ ലഭ്യമാക്കും വിധമാണ് പ്രദർശന വിപണന മേള ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. അമ്പലപ്പുഴ ബ്ലോക്ക് പഞ്ചായത്തിന്റെ ആഭിമുഖ്യത്തിൽ ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് മൊബൈൽ ഫോൺ സർവീസ് പരിശീലന പരിപാടി ആരംഭിച്ചു. അമ്പലപ്പുഴ MLA H സലാം പരിശീലന പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. അമ്പലപ്പുഴ ബ്ലോക്ക് പഞ്ചായത്തിന്റെ ആഭിമുഖ്യത്തിൽ ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് മൊബൈൽ ഫോൺ സർവീസ് പരിശീലന പരിപാടി ആരംഭിച്ചു. SBIയുടെ ദേശീയ ഗ്രാമീണ സ്വയം തൊഴിൽ പരിശീലന കേന്ദ്രത്തിന്റെ സഹകരണത്തോടെയാണ് 30 ദിവസം നീളുന്ന പരിശീലന പരിപാടിക്ക് തുടക്കം കുറിച്ചത്. വർഷത്തിൽ 100 തൊഴിൽ ദിനങ്ങൾ പൂർത്തിയാക്കിയ കുടുംബങ്ങളിലെ 18-നും 45-നും ഇടയിൽ പ്രായമുള്ളവർക്കായിട്ടാണ് പരിശീലനം നൽകുന്നത്. പരിശീലന കാലയളവിൽ 346 രൂപയും നിത്യേന ലഭ്യമാക്കും. പുന്നപ്ര വടക്ക്, അമ്പലപ്പുഴ വടക്ക്, അമ്പലപ്പുഴ തെക്ക് പഞ്ചായത്തുകളിലുള്ളവർക്കാണ് പരിശീലനം. ബ്ലോക്ക് പഞ്ചായത്ത് നേരത്തെ നടത്തിയ ഭക്ഷണ പാചക പരിശീലന പരിപാടിക്ക് ശേഷമാണിപ്പോൾ മൊബൈൽ ഫോൺ സർവീസ് പരിശീലനം ലഭ്യമാക്കുന്നത്. അമ്പലപ്പുഴ MLA H സലാം പരിശീലന പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. ഇതിൽ ഏറ്റവും കൂടുതൽ ഡിജിറ്റൽ അവൈലബിലിറ്റി ഉണ്ടായിരുന്ന സംസ്ഥാനം കേരളമാണ്. 92% ഡിജിറ്റൽ ഉപകരണങ്ങൾ ഉണ്ടായിരുന്നു കേരളത്തിലെ വീടുകളിൽ. വിദ്യാഭ്യാസവുമായിട്ട് ഓൺലൈൻ ക്ലാസ്സിന്റെ ഒരു പശ്ചാത്തലത്തിലാണ് ആരംഭിക്കുന്ന സമയത്ത് അത്രത്തോളം കേരളത്തിലുണ്ട്. മൊബൈൽ ഫോണായിട്ടും മറ്റ് ഡിജിറ്റൽ ഉപകരണങ്ങളായിട്ടും കേരളത്തിലുണ്ടായിരുന്നു. ഉത്തർപ്രദേശിന്റെ അന്നത്തെ ആ കണക്ക് 22%. ഇപ്പൊ കേരളത്തിൽ 100 പേരിൽ 93 പേർക്ക് ഡിജിറ്റൽ ഉപകരണം ഉണ്ടായിരുന്നു. UP 22 പേരുണ്ടായിരുന്നു. ഈ ഡിഫറൻസ് കേരളത്തിൽ പ്രത്യേകിച്ച് കാണുന്നുണ്ട്.
ഇത് നമ്മുടെ ബ്ലോക്ക് പഞ്ചായത്ത് ഹാളിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഷീബ രാഗേഷ് അധ്യക്ഷയായി. മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി ജില്ലാ ജോയിന്റ് പ്രോഗ്രാം കോർഡിനേറ്റർ എസ് ശ്രീകുമാർ, പുന്നപ്ര വടക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സജിത സതീശൻ, ബ്ലോക്ക് സ്ഥിരം സമിതി അധ്യക്ഷരായ എം ഷീജ, ശ്രീജ രതീഷ്, അമ്പലപ്പുഴ വടക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് PM ദീപ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം സതി രമേശ്, ദേശീയ ഗ്രാമീണ സ്വയം തൊഴിൽ പരിശീലന കേന്ദ്രം ഡയറക്ടർ റെനി, ബ്ലോക്ക് പഞ്ചായത്ത് സെക്രട്ടറി CH ഹമീദ് കുട്ടി ആശാൻ എന്നിവർ സംസാരിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷൻ R ജയരാജ് ചടങ്ങിന് സ്വാഗതം പറഞ്ഞു. യുവാക്കൾക്ക് അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള പരിശീലനം ഉറപ്പാക്കണമെന്ന് കൃഷി വകുപ്പ് മന്ത്രി P പ്രസാദ് പറഞ്ഞു. നൈപുണ്യ പരിശീലനദാതാക്കളുടെ ഉച്ചകോടിയുടെ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി. PP ചിത്തരഞ്ജൻ MLA ചടങ്ങിൽ അധ്യക്ഷനായി. കേരളത്തിലെ യുവജനതയ്ക്ക് മത്സരാധിഷ്ഠിതമായ ലോകത്തിൽ മുൻനിരയിലെത്താൻ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള പരിശീലനം ഉറപ്പാക്കണമെന്ന് കൃഷി വകുപ്പ് മന്ത്രി P പ്രസാദ് അഭിപ്രായപ്പെട്ടു. ജില്ലയുടെ നൈപുണ്യ വികസന പ്രവർത്തനങ്ങളുടെ ഭാഗമായി സംഘടിപ്പിച്ച നൈപുണ്യ പരിശീലന സ്ഥാപനങ്ങളുടെ ഉച്ചകോടി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി. അവരുമായിട്ടൊരു ആശയവിനിമയം നടത്തുന്നതിനും അവരെ ഈ കാര്യത്തിൽ ഗവൺമെൻറ് കണക്കിലെടുക്കുന്ന ഈ പദ്ധതികളുമായി യോജിപ്പിച്ച് മുമ്പോട്ട് കൊണ്ടുപോവുകയും ചെയ്യേണ്ടത് അനിവാര്യമാണ് എന്ന് കണ്ടതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിലുള്ള ഒരു ഉച്ചകോടിക്ക്, ഒരു സമ്മിറ്റിന് ആലപ്പുഴയിൽ ഒരു വേദി ഒരുക്കിയിരിക്കുന്നത്. നിറഞ്ഞ സന്തോഷത്തോടു കൂടി ഈ സമ്മിറ്റ് ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുന്നതായി അറിയിക്കട്ടെ. നമ്മുടെ അസാമാന്യമായ ബുദ്ധിവൈഭവം മലയാളി എവിടത്തിനും പ്രകടിപ്പിക്കുന്നുണ്ട്. ഈ തരത്തിലുള്ള ഒരു നൈപുണ്യം കൂടി നേടിക്കഴിഞ്ഞാൽ, ഈ വിവിധങ്ങളായ മേഖലകളുമായി ബന്ധപ്പെട്ട നൈപുണ്യം കൂടി നേടിക്കഴിഞ്ഞാൽ അവർക്ക് ലോകത്തിന് മുമ്പിൽ ഏറ്റവും ഉയർന്നു വന്ന് നിൽക്കാൻ കഴിയും. നിങ്ങൾ ചെയ്യുന്ന വലിയ സേവനത്തെ ഹൃദയം നിറഞ്ഞ് അഭിനന്ദിക്കുന്നു. സർവീസ് പ്രൊവൈഡേഴ്സ് എന്നുള്ള ഇടത്തിൽ നിങ്ങൾ ചെയ്യുന്ന ആ ഒരു വലിയ സേവനം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്. അതിനെ ആത്മാർത്ഥമായിട്ട് അഭിനന്ദിച്ചുകൊണ്ട് നിങ്ങൾക്കെല്ലാ നന്മകളും നേർന്നുകൊണ്ട്. ലോകം അനുദിനം മാറിക്കൊണ്ടിരിക്കുകയാണെന്നും ഇതിനനുസരിച്ച് നമ്മുടെ യുവാക്കളെ മാറ്റിയെടുക്കേണ്ടത് അനിവാര്യമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. PP ചിത്തരഞ്ജൻ MLA ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. ജില്ലാ കളക്ടർ അലക്സ് വർഗീസ്, സംസ്ഥാന നൈപുണ്യ വികസന മിഷൻ മാനേജിംഗ് ഡയറക്ടർ സൂഫിയാൻ അഹമ്മദ്, സബ് കളക്ടർ സമീർ കിഷൻ, ജില്ലാ പ്ലാനിംഗ് ഓഫീസർ ലിറ്റി മാത്യു, കേസ് ചീഫ് ഓപ്പറേറ്റിംഗ് ഓഫീസർ TV വിനോദ്, M മാലിൻ, സുബിൻ ദാസ്, R അനൂപ്, RK ലക്ഷ്മിപ്രിയ എന്നിവർ സംസാരിച്ചു. ജില്ലാ നൈപുണ്യ സമിതിയും സംസ്ഥാന നൈപുണ്യ വികസന മിഷനും ജില്ലാ ഭരണകൂടവും സംയുക്തമായി സംഘടിപ്പിച്ച ഉച്ചകോടിയിൽ 146 നൈപുണ്യ പരിശീലന സ്ഥാപനങ്ങൾ പങ്കെടുത്തു. സംസ്ഥാനത്ത് ഇതുവരെ 7 ജില്ലകളിൽ നൈപുണ്യ പരിശീലനദാതാക്കളുടെ ഉച്ചകോടി പൂർത്തിയായിട്ടുണ്ട്. ബാക്കി ജില്ലകളിൽ കൂടി പൂർത്തിയാകുമ്പോൾ സംസ്ഥാനം നൈപുണ്യ വികസന പ്രവർത്തനങ്ങളിൽ വലിയ മുന്നേറ്റത്തിനാകും സാക്ഷ്യം വഹിക്കുകയെന്നും അധികൃതർ പറഞ്ഞു. പകർച്ചവ്യാധി പ്രതിരോധ പ്രവർത്തനങ്ങളെ ഊർജിതമാക്കുക എന്ന ലക്ഷ്യത്തോടെ ആലപ്പുഴ ജനറൽ ആശുപത്രിയുടെ നേതൃത്വത്തിൽ ഡോക്സി വാഗൺ ആലപ്പുഴ നഗരത്തിലെ വിവിധ പ്രദേശങ്ങളിൽ പര്യടനം നടത്തി. ആലപ്പുഴ DYSP മധുബാബു പര്യടനത്തിന്റെ ഫ്ളാഗ് ഓഫ് നിർവഹിച്ചു. പകർച്ചവ്യാധി പ്രതിരോധ പ്രവർത്തനങ്ങളെ ഊർജിതമാക്കുക എന്ന ലക്ഷ്യത്തോടെ ആലപ്പുഴ ജനറൽ ആശുപത്രിയുടെ നേതൃത്വത്തിൽ ഡോക്സി വാഗൺ ആലപ്പുഴ നഗരത്തിലെ വിവിധ പ്രദേശങ്ങളിൽ പര്യടനം നടത്തി. ജനറൽ ആശുപത്രി അങ്കണത്തിൽ നിന്നും ആരംഭിച്ച പര്യടനം ആലപ്പുഴ DYSP മധുബാബു ഫ്ളാഗ് ഓഫ് ചെയ്തു. കേരളത്തിലെ ജനത വിദ്യാഭ്യാസപരമായിട്ട് ഉന്നതിയിലാണെന്ന് ഊറ്റം കൊള്ളുന്നു. അതുപോലെ തന്നെ ആരോഗ്യ മേഖലയിൽ നമ്മൾ മുൻനിരയിലാണെന്നും നമ്മൾ അവകാശപ്പെടുന്നു. പക്ഷെ അഭ്യസ്ത വിദ്യരായിട്ടുള്ള ആളുകൾ ഉൾപ്പെടെ മിക്കവർക്കും ഈ ആരോഗ്യ സംബന്ധമായിട്ടുള്ള കാര്യത്തിൽ ഒരു ബോധമില്ലെന്നുള്ളതാണ് പല കാര്യങ്ങൾ കൊണ്ട് നമ്മൾ അവരുടെ പ്രവൃത്തിയിലൂടെയും വാക്കുകളിലൂടെയും മനസ്സിലാക്കുന്നത്. അടുത്തിടപെടുമ്പോൾ ചിലരുടെയൊക്കെ ചില രോഗങ്ങളെ പറ്റിയുള്ള ധാരണകൾ വികലമായ ധാരണകളാണ് അവർക്കുള്ളത്. ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ R സന്ധ്യ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. ജില്ലാ മെഡിക്കൽ ഓഫീസർ ഇൻചാർജ് ഡോക്ടർ അനു വർഗീസ് മുഖ്യപ്രഭാഷണം നടത്തി. ജില്ലാ പ്രോഗ്രാം മാനേജർ ഡോക്ടർ കോശി പണിക്കർ, ഡെപ്യൂട്ടി സൂപ്രണ്ട് ഡോക്ടർ K വേണുഗോപാൽ, നഴ്സിംഗ് സൂപ്രണ്ട് റസി ബേബി, PSK ശ്രീലത എന്നിവർ സംസാരിച്ചു. ഡോക്സി വാഗൺ പര്യടനത്തിന്റെ ആദ്യ ദിനത്തിൽ AN പുരം, പഴവീട്, തിരുവമ്പാടി, പാലസ് എന്നീ വാർഡുകളിലെ വിവിധ ജംഗ്ഷനുകളിൽ നടത്തിയ ബോധവൽക്കരണ പ്രവർത്തനങ്ങളിൽ നിരവധി പേരാണ് പങ്കെടുത്തത്. രോഗപ്രതിരോധത്തിനായി എന്തൊക്കെ ചെയ്യണം എന്ന കാര്യങ്ങളെക്കുറിച്ച് ആരോഗ്യ പ്രവർത്തകർ വിശദീകരിച്ചു. ആവശ്യക്കാർക്ക് ഡോക്സി സൈക്ലിൻ ഗുളികയും പര്യടന യാത്രയിൽ വിതരണം ചെയ്തു. ജനറൽ ആശുപത്രി ക്വാളിറ്റി ഓഫീസർ ഡോക്ടർ അനുപമ, JHI TS പീറ്റർ,
JPHN, പ്രമീള എന്നിവർ പര്യടനത്തിന് നേതൃത്വം നൽകി. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പ്രമേഹ ചികിത്സയിലെ വ്യാജന്മാരെ തിരിച്ചറിയണമെന്ന് ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് ഡോക്ടർ ശ്രീവിലാസൻ. ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ, ലയൺസ് ക്ലബ്ബ് ഓഫ് ആലപ്പുഴ, ഹെൽത്ത് ഫോർ ഓൾ ഫൗണ്ടേഷൻ എന്നിവയുടെ സംയുക്താഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച ലോക പ്രമേഹ ദിനാചരണ പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. തടസ്സങ്ങൾ നീക്കാം, വിടവുകൾ നികത്താം, പ്രമേഹ രോഗ നിയന്ത്രണത്തിനും രോഗികളുടെ ക്ഷേമത്തിനുമായി ഒരുമിക്കാം എന്ന സന്ദേശമുയർത്തി നവംബർ 14 ലോക പ്രമേഹ ദിനാചരണ പരിപാടി സംഘടിപ്പിച്ചു. ആലപ്പുഴ വനിതാ ശിശു ആശുപത്രിയുടെ ആഭിമുഖ്യത്തിലാണ് പരിപാടി സംഘടിപ്പിച്ചത്. ആലപ്പുഴ ഗവൺമെന്റ് സർവന്റ് സഹകരണ ബാങ്കിന്റെ വജ്ര ജൂബിലി ആഘോഷം ഫിഷറീസ് സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാൻ ഉദ്ഘാടനം ചെയ്യും. ആലപ്പുഴയിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് ഭാരവാഹികൾ ഇക്കാര്യം അറിയിച്ചത്. ജില്ലാ ലൈബ്രറി വികസന സമിതിയുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിക്കുന്ന ഈ വർഷത്തെ പുസ്തകോത്സവത്തിന് തുടക്കമായി. ആലപ്പുഴ തുമ്പോളി ശ്രീനാരായണ ഗുരുസ്മാരക സമിതി ഹാളിൽ സംഘടിപ്പിക്കുന്ന പുസ്തകമേള ഈ മാസം 16-നാണ് അവസാനിക്കുന്നത്. അമ്പലപ്പുഴ ബ്ലോക്ക് പഞ്ചായത്തിന്റെ ആഭിമുഖ്യത്തിൽ ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് മൊബൈൽ ഫോൺ സർവീസ് പരിശീലന പരിപാടി ആരംഭിച്ചു. അമ്പലപ്പുഴ MLA H. സലാം പരിശീലന പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. ഇതോടെ വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.